അങ്ങനെ നമുക്ക് വേഗം തന്നെ അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. ഇവിടെ ഒന്നും അധികം ആരും എഴുന്നേറ്റിട്ടില്ല. അമ്പലത്തിലോട്ട് കുറച്ച് ദൂരമുണ്ട് നമുക്ക്. എല്ലാവരും എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഇന്ന് ഞാൻ ഈ സമയത്താണ് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുന്നത്. അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കടയിലൊന്ന് കയറണം. പിള്ളേർ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. ഏട്ടൻ ഇന്ന് വെളുപ്പിനെ പോയി. അപ്പോൾ ഇനി വന്നിട്ട് വേണം കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ. ഇന്ന് പിന്നെ എനിക്ക് ആലപ്പുഴ ടൗൺ വരെ ഒന്ന് പോകണം. ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ആലപ്പുഴയിൽ. അപ്പം 10:30 നമുക്ക് ഇവിടുന്ന് ബസ്സുണ്ട്. ഞാനിപ്പോൾ ഈ പോകുന്ന അമ്പലത്തിനടുത്തുനിന്ന് പ്രൈവറ്റ് ബസ്സുണ്ട്. അപ്പം 10:30 ബസ്സിന് പോകാമെന്നോ ആലോചിക്കുന്നു. ശരിക്കും നാട്ടിൻ പ്രദേശമാണ് കേട്ടോ. അമ്പലപ്പുഴ ആണെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് കയറിയതുകൊണ്ട് തന്നെ നാട്ടിൻ പ്രദേശമാണ് ഇവിടെ എല്ലാം എങ്കിലും തിരക്ക് പിടിച്ച ലൈഫാണ്. എല്ലാവരും തൊഴിലുറപ്പ്, പാടത്തെ പണി, അങ്ങനെയുള്ള ജോലിക്കൊക്കെ പോകുന്നവരാട്ടോ ഇവിടെ കൂടുതലും. അത് ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ളവരുണ്ട്. എങ്കിലും ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളും ജോലിക്ക് പോകുന്നവർ തന്നെയാണ്. 8 മണിയാകുമ്പോഴേ എല്ലാവരും പാടത്തെ പണിക്കൊക്കെ ഇറങ്ങും. ഇവിടെയൊക്കെ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഇനി അമ്പലത്തിലോട്ട് കേട്ടോ. കാണിച്ചു തരാം. ആ കാണുന്നത് കേട്ടോ അമ്പലം. ഒരു സ്കൂളൊക്കെ ഉണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അമ്പലം. ദേവീക്ഷേത്രമാണേ. 2 ദേവിമാരാണ്, ദുർഗയും ഭുവനേശ്വരി. 2 പ്രതിഷ്ഠയുള്ളത്. പിന്നെ ഉപദേവതകളും ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം തൊഴുതിട്ട് വരാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കടയിൽ കയറണം. ഇപ്പോൾ ഒരു 6:20 കേട്ടോ. കടയിലൂടെ കയറി സാധനം വാങ്ങിച്ച് നേരെ ഇനി വീട്ടിലോട്ട്. ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞാൻ വന്നു കേട്ടോ. ഇന്ന് ഏട്ടൻ നേരത്തെ പോയി, അവർക്ക് സ്കൂളിൽ പോകണം. അമ്പലത്തിലും പോയി കടയിലൊക്കെ കയറിയിട്ടാണ് ഞാൻ വന്നത്. വഴിക്കുള്ളൊരു മാങ്ങ കിട്ടി. പച്ച മാങ്ങയാണ് കരുതി എടുത്ത കേട്ടോ. പക്ഷേ ഇത് ചാറേറി വെക്കാൻ പറ്റത്തുള്ള മാങ്ങയില്ല, നല്ല പുളിച്ച് മാങ്ങ. ആ മാങ്ങയാന്ന് തോന്നുന്നു. കുറേ ഉണ്ടായിരുന്നു. പഴുത്താന്നുണ്ടപ്പോൾ ഒരെണ്ണേ എടുത്തോളൂ. പുളിശ്ശേരി എങ്ങാനും വെക്കാൻ ഓർത്തു. വേറെ ആരെങ്കിലുമൊക്കെ പെറുക്കിക്കൊണ്ട് പോട്ടെ. പിന്നെ മുട്ടയും കിഴങ്ങുമൊക്കെ വാങ്ങിക്കണമായിരുന്നു, കൊച്ചുള്ളിയൊക്കെ. എല്ലാം വാങ്ങിച്ച് ഞാൻ വന്നിട്ടുണ്ട്. ഇന്നലത്തെ കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ദോശയും കിഴങ്ങേറിയാക്കാമെന്ന് ഓർത്ത്, മസാല ദോശയായിട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്ത്. ഒരു പുളിശ്ശേരി കാച്ചണം, മുട്ടയും വറുത്ത് അവർക്ക് കൊടുത്തു വേണം. അതാണ് ഇന്നത്തെ പ്ലാനിങ്ങിലുള്ളത്. ഇതുവരെ മാറ്റമൊന്നുമില്ല. അപ്പം ഒരു ചായ ആദ്യം കുടിക്കട്ടെ. വെളുപ്പിന് ഏട്ടൻ പോകുമ്പം ചായ ഇട്ട് വെച്ചതാണ്. അമ്പലത്തിൽ പോകുമ്പം ചായ കുടിക്കത്തില്ല, പോയിട്ട് വന്നിട്ടേ ഞാൻ ചായ കുടിക്കാറുള്ളൂ. അപ്പം ചായ കുടിച്ചിട്ട് വേണം പരിപാടി തുടങ്ങാനായിട്ട്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ മുട്ട വറുത്ത കാണിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ഞാൻ ചായ കുടിക്കാൻ എടുത്തപ്പം 2 പേരും എഴുന്നേറ്റിരിപ്പുണ്ട്. അപ്പോൾ അവർക്കും കൂടെ അങ്ങ് ചായ എടുത്തു. ചായ കുടിച്ചിട്ട് വേണം, കുറച്ചധികം തുണികളുണ്ട് മുക്കി വെക്കാനായിട്ട്. അകത്തെ ജോലി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കുതിർന്നിരിക്കും. അപ്പോൾ വേഗം തന്നെ ഞാൻ തുണി മുക്കി വെക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇനി നേരെ അകത്തോട്ട് കയറുക, ജോലി തുടങ്ങുക. മടി പിടിക്കാതെ ജോലി ചെയ്യാനായിട്ട് എൻ്റെ ചെറിയ ചെറിയ ടിപ്പുകളായത് കേട്ടോ. എല്ലാ ഓർഡറിൽ എന്നും ഇങ്ങനെ ചെയ്യും. എന്നും ഇത് തന്നെയാണ്. തുണിയൊക്കെ ഇങ്ങനെ അങ്ങ് മുക്കി വെച്ച് ശീലമാണ്. പിന്നത്തേക്കിടാൻ നടക്കത്തില്ല. അപ്പോൾ രാവിലെ ചായ കുടിച്ച് കഴിയുമ്പോൾ തുണി മുക്കി വെക്കുക, എന്നിട്ട് അടുത്ത ജോലി ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്താണ് ഏറെക്കുറെ ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നത്. പിന്നെ അകത്തോട്ട് കയറിയിട്ട് കഞ്ഞിക്ക് വെള്ളം ഇട്ട് കേട്ടോ. ഇന്ന് വില കുറഞ്ഞ റേഷനിലിട്ടാണ് ചോറ് വെക്കുന്നത്.
അതുകൊണ്ട് അകത്തിട്ട് കേട്ടോ. വെള്ളേരിയാണെങ്കിൽ പുറത്ത് തീ പിടിപ്പിച്ച് വെക്കും. ഇനി നമുക്ക് കിഴങ്ങേറി ഉണ്ടാക്കണം ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ദോശയും കിഴങ്ങേറിയാണെന്ന് അറിഞ്ഞപ്പോഴേ രണ്ടുപേരും പറഞ്ഞു ദോശയുടെ അകത്ത് കിഴങ്ങേറി വെച്ച് മടക്കി തരേണ്ട, അവർക്ക് സെപ്പറേറ്റ് മതിയെന്ന്. പല കൂറ കേട്ടോ. ചിലപ്പോൾ അകത്ത് വെക്കാൻ പറയും, ചിലപ്പോൾ അങ്ങനെ വെക്കണ്ടെന്ന് പറയും. അന്നേരം പിന്നെ ഞാനങ്ങ് വേഗം തന്നെ കിഴങ്ങ് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുവാണേ. എനിക്ക് മസാല ദോശ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും, ഞാൻ നല്ലോണം വെക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ, ഞാൻ എത്ര വെച്ചാലും എനിക്ക് ഒരു തൃപ്തി ഉണ്ടാകത്തില്ല ഈ മസാല ദോശ എന്ന് പറഞ്ഞത്. ഈ ആര്യാസിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണെങ്കിൽ പറയാനേ ഇല്ല, അടിപൊളി കിടുക്കാച്ച ഐറ്റം. ഞാൻ ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ പഴനിക്കൊക്കെ പോകുന്ന സമയത്ത് പുറത്ത് ചായ കുടിക്കുന്നതൊക്കെ കുറവാണ്, പാൽ ചായ. എനിക്ക് ഞാൻ തന്നെ ചായ ഇട്ട് കുടിച്ചാലേ ഒരു തൃപ്തി ഉണ്ടാകത്തുള്ളൂ. അത് വേറെ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും ചായ ഞാൻ കുടിക്കത്തില്ലേ. അമ്മായിയമ്മ ഇട്ട് തരാണെങ്കിൽ കുടിക്കും കേട്ടോ, അത് വേറൊരു കാര്യം. പക്ഷേ എൻ്റെ അമ്മ ചായ ഇട്ട് തന്നാൽ പോലും എനിക്ക് മടിയാണ്, എന്തോ എനിക്കിഷ്ടമല്ല. ഏട്ടൻ എപ്പോഴും പറയാം അച്ചു നിൻ്റെ ഒരു ബാഡ് ഹാബിറ്റാണെന്ന്. അതുകൊണ്ട് മസാല ദോശ പക്ഷേ ഞാൻ കഴിയും കേട്ടോ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോഴത്തേക്കും വെള്ളം തിളച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ അരി അങ്ങിട്ട് കേട്ടോ. പെട്ടെന്ന് വേവുന്ന അരിയാണേ. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിടുവാണെങ്കിൽ പെട്ടെന്ന് ചോറാവും, വെന്ത് പോകത്തില്ല. പിന്നെ കുക്കർ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ കിഴങ്ങേറി, കടുക് നല്ല രീതിയിൽ പൊട്ട് വരുമ്പോഴത്തേക്കും വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങിടുക. എളുപ്പത്തിൽ ജോലി തീർക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് എൻ്റെ ഈ കിഴങ്ങേറി പറ്റുവേ. എന്നിട്ട് കിഴങ്ങ് കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഞാൻ ഈ കിഴങ്ങറിയുടെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും പച്ചമുളക് ഇടാൻ മറന്നുപോയി കേട്ടോ. രണ്ടാമത് ഞാൻ പച്ചമുളക് ഇടുന്നുണ്ട്. നിങ്ങൾ ഇടുമ്പോഴത്തേക്കും ഓർത്തോണം, കിഴങ്ങിൻ്റെ കൂടെ തന്നെ എരിവുള്ളതാണെങ്കിൽ എരിവിനനുസരിച്ച് പച്ചമുളക് ഇടുക. ഞാൻ നേരത്തെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞപ്പൊടിൻ്റെ അളവ് പറയാത്തേ, എല്ലാവർക്കും ഒരേ കളർ ആയിരിക്കത്തില്ല മഞ്ഞപ്പൊടിക്ക്. ചിലർക്ക് കളർ കൂടിയ മഞ്ഞപ്പൊടി കാണും, കുറഞ്ഞത് കാണും. നമ്മുടെ ആ പരുവത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യുവാണെങ്കിൽ കിഴങ്ങ് നല്ല ഇതിൽ വെന്ത് കിട്ടും. ഇനി തുറന്ന് കഴിയുമ്പോഴത്തേക്കും, കുക്കർ തുറന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഗരം മസാല ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഇവിടെ എനിക്ക് അങ്ങനെ ഗരം മസാലയുടെ ഫ്ലേവർ ഈ കിഴങ്ങേറിക്ക് ഇഷ്ടമല്ല. ചിലപ്പം ഞാനങ്ങനെ ഇട്ട് വെക്കും. ഇന്ന് പക്ഷേ ഞാൻ ഇടുന്നില്ല. രണ്ടാമത് കുക്കർ തുറന്ന് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടേ. അത് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി മോര് കറിക്കുള്ള അരപ്പങ്ങ് തയ്യാറാക്കാം. അപ്പം തേങ്ങ, വെളുത്തുള്ളി, എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് പകുതി ഇട്ടിട്ടുള്ള ജീരകം, മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമുക്ക് നല്ലോണം വെണ്ണ പോലെ അരച്ചെടുക്കണേ. നല്ല രീതിയിൽ അരഞ്ഞു വരണം. ചിലർ ഈ അരയ്ക്കുമ്പോൾ തന്നെ മോര് ചേർത്ത് അരയ്ക്കും, അതെനിക്ക് ഇഷ്ടമല്ലേ. ഞാൻ അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയേക്കാവേ, അത് വെന്തോന്ന് നോക്കാം. കണ്ടല്ലോ, നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി തവി കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ കിഴങ്ങ് ഉടഞ്ഞ് കിട്ടും. ഈ സമയത്ത് കുറച്ച് ഗരം മസാല ഇട്ടാൽ മതി. നമ്മുടെ ചോറപ്പം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പ് ഇട്ടിട്ട് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. അത് അവിടെ ഇരുന്നങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടേ. ഇനി നമുക്ക് മോര് കറി അങ്ങ് ചേർത്തേക്കാം. അരപ്പ് ആദ്യം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് മോര് ആ ജാറിൽ തന്നെ ഇട്ട് നല്ലോണം അടിച്ചെടുക്കുക. ഞാനങ്ങനെ മോര് അടിക്കാനായിട്ട് ചെന്നപ്പോൾ ഒരുത്തൻ 7 മണി ആയതേ ഉള്ളൂ കേട്ടോ. സൗണ്ടൊന്നും വെക്കാതെ ഇന്നലത്തെ ക്രിക്കറ്റ് കളിയുടെ ഹൈലൈറ്റ് ഇരുന്ന് കാണുക. ഞാനും മിണ്ടിയില്ല, ഇല്ലെങ്കിൽ വലിയ വഴക്ക് നടക്കും അവളുമായിട്ട്. എന്നിട്ട് നമ്മൾ ആ അരച്ച മോരും കൂടെ ആയിട്ട് അരപ്പിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചട്ടി, മോര് കറിക്ക് ചട്ടിയായിട്ടോ നല്ലത്. കുഞ്ഞിക്കലം മൺകലമൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് ഞാൻ ചട്ടി വെച്ചിട്ട് കടുക് അങ്ങോട്ട് പൊട്ടിക്കുവാണേ. ഇന്ന് ഞാൻ മോര് വെക്കുന്നുണ്ടല്ലോ ഏത്തയ്ക്ക ഇട്ടിട്ടാണേ. പൈനാപ്പിൾ, ഏത്തയ്ക്ക, നല്ല മാമ്പഴം ഉണ്ടല്ലോ, ഇങ്ങനെ 3 രീതിയിലും പുളിശ്ശേരി വെക്കും. പക്ഷേ ഇവിടെ എൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ ഏത്തയ്ക്ക ഇട്ടിട്ട് പുളിശ്ശേരി കാച്ചുന്നത്. അപ്പം ഏത്തയ്ക്ക ഒരു പകുതി ഏത്തയ്ക്ക എടുത്തിട്ടുള്ളൂ. അത് നല്ലോണം അരിഞ്ഞിട്ട് നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഇടുക. ഉണക്കമുളക് ഉള്ളവർക്കാണെങ്കിൽ ഉണക്കമുളക് ഇടാം. എനിക്കിന്ന് കുഞ്ഞ് 2 ഉണക്കമുളകായിരുന്നേ. ഞാൻ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ലോണം അത് ഇങ്ങനെ ഒത്തിരി അങ്ങ് വെന്ത് പോകണമെന്നില്ല കേട്ടോ ഏത്തയ്ക്ക. അത് കഴിക്കാൻ ടേസ്റ്റാണ്. എന്നിട്ട് കുറച്ച് നെയ്യ് ഉള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്ക്, അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ നെയ്യും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ഏത്തയ്ക്കയും നെയ്യും കൂടെ ആകുമ്പോൾ എന്നും പറഞ്ഞ് നെയ്ക്കകത്തിട്ട് വാട്ടുന്നാലും ഒത്തിരി അങ്ങ് അരിച്ചെടുക്കണ്ട. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒഴിച്ച് വെച്ചാൽ നമ്മൾ ചേർത്ത് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ആവശ്യം എന്തോ ആണ്. ചിലർക്ക് പുളിശ്ശേരി നല്ല കുറുകിയത് വേണം, ചിലർക്ക് അത്രയും കുറുകണ്ട. അത് ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് ഇളക്കിയെടുക്കാം. ഇത്രയും ചേർത്ത് കഴിയുമ്പോഴത്തേക്കും മേമ്പൊടിയായിട്ട് നമുക്ക് ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഞങ്ങളിവിടെ ഇങ്ങനെ കേട്ടോ പുളിശ്ശേരി വെക്കുന്നത്, നല്ല ടേസ്റ്റാണ്. ഇന്ന് കഴിക്കാനല്ല, നാളെ കഴിക്കാനാണ് ടേസ്റ്റ്.
എന്നിട്ട് നമുക്ക് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാവേ. ഇവിടെ നല്ല എരിയുള്ള പച്ചമുളക് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകണ്ടേല്ലേ. പിന്നെ ഞാൻ വേഗത്തിൽ തന്നെ ദോശ ചുട്ടെടുക്കുവാണേ. അന്നേരം മോൻകുട്ടൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. കിഴങ്ങ് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുമോ അറിയാനായിട്ട് എന്നെ നിന്ന് ചുടിക്കുക കേട്ടോ ദോശ. വേഗം തന്നെ പെട്ടെന്ന് ഞാൻ ചുട്ടെടുക്കുക കേട്ടോ ദോശ. എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി. ഈ ദോശക്കല്ലിൽ തന്നെ നമുക്ക് മുട്ട വറുത്തെടുക്കാനായിട്ട്. അതുകൊണ്ട് കനം കുറച്ച് ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ വന്ന് നിന്നിട്ട് പറയും അങ്ങനെ ഉണ്ടാക്ക് ഇങ്ങനെ ഉണ്ടാക്ക്, മൂക്ക് വരയ്ക്ക് കണ്ണ് വരയ്ക്ക്. നിന്ന് ഒരാളും എൻ്റെ അടുത്ത് നടത്തിയില്ല. ഞാൻ കഴിക്കാൻ കൊടുത്തു, രണ്ടുപേരും കഴിക്കുവാണ്. പിന്നെ എനിക്കും കൂടെ 2 ദോശ ഞാനങ്ങ് ചുട്ട് വെക്കുക. ആ സമയം കൊണ്ട് സബോളയും കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട്. 2 മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചു. പച്ചമുളക് ഇടാം. ഇവർക്ക് കൊണ്ടുപോകണോണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. ഇവർക്ക് എരിവ് പൊതുവെ മടിയാണ് കഴിക്കാനായിട്ട്. എന്നിട്ട് ഇതാണ് സ്പെഷ്യൽ ഐറ്റം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചെമ്മീൻ റോസ്റ്റ് ഇല്ലേ, ഒരു 10 രൂപയുടെ പാക്കറ്റ്. ഈ മുട്ടയ്ക്കകത്തോട്ട് നമ്മൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. എൻ്റെ പൊന്നെ പറയാനില്ല, ഒരു കിടുക്കാച്ചി ഐറ്റം കേട്ടോ. ഈ ഓംപ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഈ ചെമ്മീൻ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കേശൂട്ടൻ്റെ ഐറ്റം കേട്ടോ. കേശൂട്ടനാണ് ഒരു ദിവസം പറഞ്ഞത് അമ്മ ഇങ്ങനെ ഒന്ന് ചെയ്യുമെന്ന്. അന്ന് മുതൽ ഇവിടെ ഇത് ഫേവറേറ്റ് ഐറ്റം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. 1 മുട്ടയ്ക്ക് ഒരെണ്ണം, 2 മുട്ടയ്ക്ക് 2 കവർ, ഇഷ്ടാനുസരണം ചേർക്കാം. പക്ഷെ ഒന്നും പറയാനില്ല, അടിപൊളിയാട്ടോ. അയ്യോ മുട്ട പൊട്ടിയല്ലോ. ഇനിയിപ്പോൾ അടുത്ത ആൾക്ക് വറക്കുന്ന മുട്ടയും പൊട്ടിച്ചില്ലെങ്കിൽ ഇവിടെ തന്നെ പഞ്ഞിക്കിടും. ഇവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് വറക്കുന്ന മുട്ട പൊട്ടി അടുത്ത ആളും കൂടെ പൊട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചെയ്തില്ലെന്നും പറഞ്ഞ് പരാതി വരും. അപ്പം നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. മക്കൾക്ക് ഇത് മതി. ചോറ് കഴിക്കാൻ മടിയുള്ള മക്കൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ചെമ്മീനൊക്കെ ആകുമ്പോഴത്തേക്കും മുട്ട കഴിച്ചോളും. പിന്നെ ഞാൻ അവർക്ക് ചോറ് എടുക്കുക കേട്ടോ. ഇത് മൗലിമോടെ ചോറ്, ചെറിയ പാത്രം കേശൂടേണ്ടത്. കഴിഞ്ഞ വട്ടമൊക്കെ ഇവർക്ക് ഒരേപോലത്തെ ഡപ്പയായിരുന്നു. അപ്പോൾ പിന്നെ പണി കിട്ടും, ചോറ് മാറിപ്പം. അതുകൊണ്ട് ഇത്തവണ ചെറുതും വലുതുമായിട്ടാണ് വാങ്ങിച്ചത് ഡപ്പ. എന്നിട്ട് നമ്മുടെ മുട്ട അങ്ങ് വെക്കുവാണ്. ഇതുണ്ടെങ്കിൽ ചോറ് കഴിച്ചോളും. നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. സ്കൂളിൽ വിടുന്ന അമ്മമാർക്ക്, മക്കളെ സ്കൂളിൽ വിടുന്ന എല്ലാ അമ്മമാർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കുക കേട്ടോ. എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കണം. അപ്പം ഇന്നലത്തെ മത്തിക്കറിയുണ്ട്, പുളിശ്ശേരിയുണ്ട്. ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിന് ഇത് 2 കറികളും ഉണ്ട് കേട്ടോ. ഇനി എനിക്ക് ആലപ്പുഴ വരെ പോകണം. അതുകൊണ്ട് വേഗത്തിൽ ജോലി അങ്ങ് തീർക്കുവാണ്. എൻ്റെ പൊന്നോ, ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ട്. ഇതുപോലെ മടി പിടിച്ചൊരു ജോലി. കുഞ്ഞുനാളിലൊക്കെ എന്ത് ഇഷ്ടമായിരുന്നോ ഈ പാത്രമൊക്കെ കഴുകാനായിട്ട്. അമ്മയെടുത്ത് ഇടി ഉണ്ടാക്കും. അന്നേരം അമ്മ വഴക്ക് പറഞ്ഞ് മാറ്റിയിരുന്നു. നമുക്കറിയത്തില്ലല്ലോ, പിന്നീട് അങ്ങോട്ട് ഇത് തന്നെ ചെയ്യണമെന്ന് ഓർത്ത് അമ്മ വഴക്ക് പറഞ്ഞേന്ന്. ഇപ്പം ഭയങ്കര മടിയാവട്ടെ ഈ പാത്രം കഴുകാനായിട്ട്. അപ്പം ഈ ടേബിൾ ഷീറ്റ് കീറിയ ആളെ ഞാൻ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതൊരു ചോദ്യം ചെയ്യലും കണ്ടത് ഈ പോകുന്നത്. അങ്ങനെ 2 പേരും സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ടാറ്റയൊക്കെ തന്ന് അമ്മ ആഹാരം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് 2 പേരും പോകുന്നത്. പിന്നെ മടി പിടിച്ചതേ പാത്രം കഴുകാനായിട്ട് കയറിയിട്ടുണ്ട്. അത് തീർത്തത് ഞാൻ മുറിയിലോട്ട് കയറി. എനിക്ക് ആലപ്പുഴയ്ക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ, കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് മുറി മുഴുവൻ തൂത്ത് വൃത്തിയാക്കി ഇറക്കണം. എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ മനസ്സമാധാനം കാണും. ഇല്ലെങ്കിൽ എവിടെ പോയാലും ജോലി ഓർത്തൊരു ടെൻഷനായിരിക്കും. അതുകൊണ്ട് കഴിവതും എല്ലാ ജോലിയും തീർത്തിട്ടേ ഞാൻ പോകാറുള്ളൂ. പിന്നെ അതേ മൗലിമോടെയൊക്കെ മുറി കയറി എല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അവർക്ക് ഒന്നിഷ്ട പരിപാടികളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇത് കേശുമോൻ്റെത്, ഇത് അവൻ്റെ കലാപരിപാടികളാട്ടോ. പിന്നെ ഞാൻ എല്ലാം തൂത്തിറക്കി അടുക്കളയെല്ലാം വൃത്തിയാക്കിയിട്ട് തുണി പോയി കഴുകിയിട്ടിട്ട് ഞാൻ ഷടയേന്നും പറഞ്ഞ് ഇറങ്ങുവാണേ. അങ്ങനെ ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് 10:30 ബസ്സിന് ഇറങ്ങി കേട്ടോ. വലിയ തിരക്കില്ലായിരുന്നു ബസ്സിൽ. അത് വില്ലേജ് ഏരിയ അല്ലേ, അതുകൊണ്ട് റോഡിലോട്ട് ഹൈവേയിലോട്ട് കയറുമ്പോഴേ ബസ്സിൽ തിരക്കാകത്തുള്ളൂ. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ. നല്ല രസമില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാൻ. അത് ഒറ്റയ്ക്ക്. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചുമ്മാ പുരാണം പറഞ്ഞുകൊണ്ടേയിരിക്കും. പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. എറണാകുളത്തൊക്കെ തിരിയുടെ സാധനം എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് പോകാനായിട്ട്. അങ്ങനെ ഞാൻ എള്ളുതിരിയുടെ തുണി എടുക്കാൻ വന്നേ കേട്ടോ. നല്ല തിരക്കായിരുന്നു ഷോപ്പിൽ. പെരുന്നാളല്ലേ. അങ്ങനെ ഞാൻ അതും എടുത്തിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ചേട്ടായി ഓട്ടം പോയിരിക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടിയും കണ്ട് ചേട്ടായിനെ മിസ് ചെയ്തിട്ട് ടാറ്റാ, ഞാൻ പോവാണേ, ബൈ.